നമസ്കാരം. റിപ്പോർട്ടർ ടിവിക്കും അതിന്റെ ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കും ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ലഭിച്ചത് മാധ്യമ ലോകത്തെല്ലാം വാർത്തയായിരുന്നു. തങ്ങളുടെ മുൻകാല ചരിത്രം മറച്ചുപിടിച്ച് ചാനൽ മുതലാളി ചമഞ്ഞ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വൻ പ്രഹരമാണ് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത്. കോടതി പിഴയിട്ടത് കൂടാതെ സ്വന്തം അഭിഭാഷകൻ പോലും റിപ്പോർട്ടർ ചാനലുകാരെ തള്ളിപ്പറഞ്ഞതാണ് അവർക്ക് നാണക്കേടായത്. തന്റെ കക്ഷികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് അഭിഭാഷകൻ കോടതി മുമ്പാകെ പറഞ്ഞത്. ആ വിവരം അറിയാതെയാണ് കേസുകൾ സംബന്ധിച്ച വാർത്തകൾ നീക്കം ചെയ്യണമെന്ന അപേക്ഷ കോടതിയിൽ നൽകിയതെന്നും ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയെ അഭിഭാഷകൻ അറിയിച്ചു. ഇതുൾപ്പെടെ പരാതിക്കാരുടെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി നീതിന്യായ പ്രക്രിയയുടെ കടുത്ത ദുരുപയോഗം എന്നാണ് വാർത്താവിലക്ക് ഹർജിയെ വിശേഷിപ്പിച്ചത്. ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിൽ നൽകിയ വാർത്താവിലക്ക് ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ടർ ടിവി ഉടമകൾ നൽകിയ അപേക്ഷയിലെ വാദത്തിനിടയിലാണ് കക്ഷികളുടെ ഭൂതകാല ചെയ്തികളെപ്പറ്റി അറിവില്ലായിരുന്നുവെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മുട്ടിൽ മരമുറി മാംഗോ ഫോൺ തട്ടിപ്പ് കേസുകളിൽ റിപ്പോർട്ടർ ഉടമകൾ പ്രതിയാണെന്ന കാര്യം അറിയാതെയാണ് വാർത്താവിലക്ക് ഹർജി ഫയൽ ചെയ്തതെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. സാങ്കേതികമായി തന്നെയും കബളിപ്പിച്ചു എന്ന വാദമാണ് അഭിഭാഷകൻ ഉയർത്തിയത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്താവിലക്ക് ഉത്തരവ് നേടുകയാണ് റിപ്പോർട്ടർ ഉടമകൾ ചെയ്തതെന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഏഷ്യാനെറ്റ് ന്യൂസാണ് വിഷയത്തിൽ നിയമപോരാട്ടം നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികളുടെ വാദത്തിന് മറുപടിയായിട്ടാണ് തന്നെയും കക്ഷികൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ ആധികാരികത തെളിയിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സമർപ്പിച്ച രേഖകൾ സ്വീകരിച്ച ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി അവയുടെ വിശദമായ പരിശോധനയിലേക്ക് കടന്നില്ല. എന്നാൽ ഒരു കാരണവും വ്യക്തമാക്കാതെ വാർത്താവിലക്ക് ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയത് ഒട്ടും സതുദ്ദേശപരമല്ലാത്ത നടപടിയായിരുന്നു ഹർജിക്കാരുടേതെന്ന് വ്യക്തമാക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം രീതികൾക്ക് തടയിടേണ്ടത് കോടതിയുടെ കടമയാണെന്ന് പറഞ്ഞാണ് ഹർജിക്കാർക്ക് 10,000 രൂപ പിഴ ചുമത്തിയത്. റിപ്പോർട്ടർ ടിവി ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരായി മാധ്യമങ്ങളിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വന്ന വാർത്തകൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു റിപ്പോർട്ടർ ടിവി ബംഗളൂരു കോടതിയെ സമീപിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളടങ്ങിയ 900-ലേറെ ലിങ്കുകൾ ഇടക്കാല ഉത്തരവിന്റെ ബലത്തിൽ നീക്കം ചെയ്തിരുന്നു. ഈ ലിങ്കുകളെല്ലാം ഒരാഴ്ചക്കുള്ളിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. വാർത്താവിലക്ക് ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി 10,000 രൂപയാണ് പിഴയിട്ടത്. കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന റിപ്പോർട്ടർ ടിവിയുടെ അപേക്ഷ കോടതി സ്വീകരിച്ചു. എന്നാൽ കൃത്യമായ കാരണങ്ങളില്ലാതെ കേസ് പിൻവലിക്കുന്നത് കോടതി നടപടികളുടെ ദുരുപയോഗമാണെന്ന് നിരീക്ഷിച്ച് കോടതി പിഴയൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. 2025 ഒക്ടോബർ 25 ഇടക്കാല ഉത്തരവിനെ തുടർന്ന് പൊതുമധ്യത്തിൽ നിന്ന് നീക്കം ചെയ്ത എല്ലാ ലിങ്കുകളും വാർത്താ റിപ്പോർട്ടുകളും ഒരാഴ്ചയ്ക്കകം പുനഃസ്ഥാപിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വസ്തുതകൾ മറച്ചുവെച്ച് ഇടക്കാല ഉത്തരവ് സമ്പാദിച്ച ശേഷം മറ്റു കാരണങ്ങളില്ലാതെ കേസ് പിൻവലിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് കോടതി വിലയിരുത്തി. ഇത് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതാണെന്ന് ഉത്തരവിൽ പറയുന്നു. ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് തുടങ്ങി 18 മാധ്യമ സ്ഥാപനങ്ങളെയാണ് കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ മനോരമ ന്യൂസ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ഒക്ടോബറിലെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. കോടതി നൽകിയത് താൽക്കാലിക ഉത്തരവാണെന്നിരിക്കെ വാർത്തകൾ സ്ഥിരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ടർ ടിവി മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ചത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് പിൻവലിച്ചതോടെ റിപ്പോർട്ടർ ടിവിക്കെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങി. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരാഴ്ചയ്ക്കകം എല്ലാ വാർത്താ ലിങ്കുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തിരിച്ചെത്തും. കേരളത്തിൽ നടന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ തടയാൻ റിപ്പോർട്ടർ ടിവി തിരഞ്ഞെടുത്തത് അയൽ സംസ്ഥാനമായ കർണാടകയെയാണ്. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയിൽ പോയി റിപ്പോർട്ടർ ആദ്യം ഒരു എക്സ്പാർട്ടി, അതായത് മറുഭാഗം കേൾക്കാതെയുള്ള വിധി നേടിയെടുത്തു. മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ മുട്ടിൽ മരമുറി കേസ്, ബാങ്ക് തട്ടിപ്പ്, മാംഗോ ഫോൺ വെട്ടിപ്പ് തുടങ്ങിയ വാർത്തകളുടെ 994 ലിങ്കുകളാണ് റിപ്പോർട്ടർ ടിവി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കം ചെയ്യിപ്പിച്ചത്. എന്നാൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വിവരങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതോടെ നീക്കം ചെയ്ത എല്ലാ വാർത്തകളും പുനഃസ്ഥാപിക്കാമെന്നും അവ പബ്ലിഷ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്നിട്ട് മറുനാടൻ മലയാളിക്ക് 10ഓളം നോട്ടീസുകൾ അയച്ചു വിരട്ടാനായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ ശ്രമം. എന്നാൽ തങ്ങൾ കക്ഷിയല്ലാത്ത കേസിൽ വാർത്ത മാറ്റില്ലെന്നും നൽകുന്നത് പച്ചയായ സത്യങ്ങളാണെന്നും മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ സ്കറിയ ഉറച്ച നിലപാടെടുത്തു. ഒടുവിൽ മനോരമ ന്യൂസ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ കക്ഷി ചേരുകയും ചെയ്തതോടെ റിപ്പോർട്ടർ ടിവി പ്രതിരോധത്തിലാവുകയായിരുന്നു.